ആ കാര്യം അത് ബോണി കുരുവിയോട് ചെന്ന് പറഞ്ഞു. ബോണി പറവേ, നിന്റെ സഹോദരിയോട് പറഞ്ഞേക്ക്, ഇന്ന് അവൾ എന്നെ എന്ത് ചെയ്തെന്നറിയോ? എന്നെ വെള്ളത്തിൽ തള്ളിയിട്ടു. അവൾ ചെയ്യുന്നതിന് അളവില്ലാതായി. എനിക്ക് എല്ലാം അറിയാം. അവളോട് ഞാൻ പറയുന്നുമുണ്ട്. പക്ഷെ അവൾക്ക് കുറുമ്പ് ഇത്തിരി അധികം. ഞാൻ പറയുന്ന ഒന്നും അവൾ കേൾക്കുന്നില്ല. അവളെ നോക്കാൻ അച്ഛനമ്മയും ജീവനോടെ ഇല്ല. എന്നെ അവൾ സഹോദരിയായും കാണുന്നില്ല. എനിക്കൊരു സംശയം, സത്യത്തിൽ നിങ്ങൾ ചേച്ചി അനിയത്തി തന്നെയാണോ? നിന്നെ കാണുമ്പോൾ സത്യമായി എനിക്ക് തോന്നുന്നില്ല. ആ ഭൂരി പറവിയുടെ ചേച്ചി നീയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മാത്രം എന്ത് ചെയ്യാൻ കഴിയും? ഈ പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചത് ഇങ്ങനെയാ. ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ, പക്ഷെ സഹോദരികൾ. ശരി ശരി, അത് നിങ്ങളുടെ പ്രശ്നം. പക്ഷെ ഭൂരി വീണ്ടും വന്നാ പറഞ്ഞേക്ക്, ഇനി ഒരു വട്ടം എന്റെ അടുത്ത് വന്ന് വല്ല പ്രശ്നമുണ്ടാക്കിയാൽ പിന്നെ അത്ര തന്നെ. ഇങ്ങനെ പറഞ്ഞ് ടൂണി പറവ അവിടുന്ന് പുറപ്പെട്ടു. അടുത്ത ദിവസം മുൻമുൻ പറവയുടെ അച്ഛനമ്മ പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ മുൻമുൻ പറവ വളരെ ചെറുതായിരുന്നു. അതുകൊണ്ട് ഭൂരിക്കുരുവിയുടെ അവർ പറഞ്ഞു, ഇവിടെ നോക്കൂ ഭൂരിപ്പറവ, ഞങ്ങൾ കുറച്ചു ദിവസം ജോലിക്ക് പുറത്തു പോകുന്നു. അതുവരെ കുഞ്ഞിനെ കുറിച്ച് നന്നായി നോക്ക്. ശരി ആന്റി. മുൻമുൻ പറവയുടെ അച്ഛനമ്മ രണ്ടുപേരും പുറപ്പെട്ടു. പക്ഷേ ഭൂരിപ്പറവ കുറച്ചു നേരം കഴിഞ്ഞ് അതിന്റെ മനസ്സിൽ ചിന്തിച്ചു, ഈ മുൻമുൻ പറവയുടെ അമ്മ എന്നെ വേലക്കാരിയായി കരുതിയോ? ഞാൻ എന്തിനീ കുഞ്ഞിനെ നോക്കണം? ശരി, ആരും എന്താ അറിയാൻ പോകുന്നു? ഞാൻ കുറച്ചു നേരം ചുറ്റിക്കണ്ടിട്ട് വരാം. മുൻമുൻ പറവ ഒറ്റയ്ക്ക് വിശപ്പിൽ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ അവിടേക്ക് ബോണി പറവ വന്നു.